സത്യം പറഞ്ഞാൽ ഈ ഒരു പുണ്യമാസത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. പക്ഷെങ്കിലും ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതി. സോ ദാറ്റ്സ് ഇറ്റ്. ദ കേരള സ്റ്റോറി എന്ന ടൈറ്റിലുള്ള അൺറിയലായ ബയസ്ഡായ കമ്മ്യൂണൽ വയലൻസും ഹെയ്റ്റ് നരേറ്റീവ്സും സ്പ്രെഡ് ചെയ്യുന്ന ഇവയെല്ലാം കൂടി കമ്പൈൽ ചെയ്തൊരു മിക്സ്ചറാണ് ദ കേരള സ്റ്റോറി എന്ന ഈ പാട്ട സിനിമ. ഒരു വർഷത്തിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ദ കേരള സ്റ്റോറി മാത്രം വിവാദമാകുന്നു എന്ന ചെറിയൊരു തോട്ടുണ്ടല്ലോ, ആ തോട്ട് മാത്രം മതി നിങ്ങളെ ശരിയായ ദിശയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ. ഇസ്ലാമോഫോബിയയും സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഈ ഒരു സിനിമയിൽ എടുത്തു കാണിക്കുന്നത്. നമ്മൾ എത്ര വട്ടം പറഞ്ഞതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ വഖിയാറക്കും ഖിയാറക്കും ലിനിസാഇഹിം ഖുലുഖ എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഈ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവരുടെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കാൻ. സോ പെത്തറ്റിക്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കീപ്പ് ചെയ്യേണ്ട ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള വിയേർഡായിട്ടുള്ള സിനിമകൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് സഹതാപം തോന്നുന്നത്. എലക്ഷൻ തൊട്ട് വാതിൽക്കലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിയേർഡ് അജൻഡാസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇലക്ടറൽ ഗെയിൻ അത് പൊളിറ്റിക്കൽ ഗെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ മലയാളീസിന് ഐസക് ന്യൂട്ടൻ്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ദിസ് ഈസ് ഫോർ ദ നോർത്ത് ഇന്ത്യൻ പീപ്പിൾ. ഇഫ് യു വാണ്ട് ടു നോ ദ റിയൽ കേരള സ്റ്റോറി, just come to Kerala, bro. Just come to Kerala. Live in Kerala. Live with the people. Live with the Muslims, with the Hindus, with the Christians. Rather than believing the narrative designed only for the electoral gains. Come to Kerala. ആരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഏതായാലും ഇൻഷാ അല്ലാഹ് ദ്വാരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.